നമ്മളിപ്പം ഇടയ്ക്ക് കേസ് സ്റ്റഡി പോലെ നമ്മൾ ഓരോരോ പഴയ ചാർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കും. നമ്മളപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര ബെറ്റർ ഒരു അത് കിട്ടിയേനെന്ന്, എത്ര ബെറ്റർ ഒരു എൻട്രി അല്ലെങ്കിൽ എത്ര നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ചാർട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2022 വരെയുള്ള ചാർട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കറിയാം ഇതിനകത്ത് കുറച്ച് സപ്പോർട്ടുകൾ, റെസിസ്റ്റൻസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ഈ ഒരൊറ്റ ലൈൻ മാത്രം മതി. ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇനിയുള്ള ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് താഴെയൊക്കെ വരച്ച് നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ ആക്കാം. ഞാനിപ്പോൾ അത്രയൊന്നും വലിച്ചു നീട്ടുന്നില്ല, കാരണം അത് ബോറടിക്കും. ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്കത് രൂപീകരിക്കാൻ പറ്റും. ഇപ്പോൾ അതെല്ലാം പോട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അനാലിസിസ് നടത്തി നമുക്കാണെങ്കിൽ ജസ്റ്റ് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ടിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ഇടുന്നു, എന്നിട്ട് ഇതൊരു ബ്രേക്ക് ഔട്ട് നടക്കാം. സിമ്പിളല്ലേ? ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാ ദിവസവും നമ്മളിരുന്ന് തള്ളി നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്നു. പക്ഷേ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു എൻട്രി ഞാനും എടുത്തിട്ടില്ല. ഫോഴ്സ് മോട്ടോഴ്സ് ഫണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ സംഭവം ചെയ്തിട്ടല്ലാതെ ഞാനും അത് സീരിയസ് ആയിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം ചാർട്ട് പ്ലേ ചെയ്യാൻ നേരത്ത് അവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. കണ്ടോ? ആ ഒരു ഏരിയയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. കണ്ടോ? മുകളിലോട്ട് പോകുന്നു. അത് ബ്രേക്കായാൽ മാത്രം, അതായത് ഈ ഒരു ഏരിയ ബ്രേക്കായാൽ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അത് ബ്രേക്ക് ആകാൻ വേണ്ടി പോകുന്നു, പിന്നെയും താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നമ്മളൊരു എൻട്രി എടുക്കണ്ടോ. ഇവിടെ നമുക്കൊരു എൻട്രിയെ പറ്റി ആലോചിക്കും. കാരണം നല്ല ഹ്യൂജ് വോളിയം, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുന്നു. അപ്പോൾ നമ്മളത് നോക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു റീടെസ്റ്റ് പോലെ വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു 2000 റേഞ്ചിൽ, 2000 to 2800 റേഞ്ചിൽ നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ കണ്ടോ എവിടെ വരെ പോകുന്നെന്ന് കണ്ടോ? 5000, 6000 കണ്ട്. ഇങ്ങനെ പല ചാർട്ടുകളും കാണും, പക്ഷെ നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളപ്പം പുതിയൊരു ചാർട്ട്, ഞാൻ ഇപ്പോഴും പറഞ്ഞു തരാം, പുതിയൊരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനും ഇത് ചെയ്തിട്ടില്ല, പക്ഷേ ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ അത് ചെയ്യണം. ആകെപ്പാട് വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു വര വരച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അവിടെ എൻട്രി കിട്ടിയില്ല വേണ്ടാന്നേ, വേറെ ആയിരക്കണക്കിന് ചാർട്ടുകളും കാര്യങ്ങളും കിട്ടും, പല ടൈം ഫ്രെയിം കിട്ടും. ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതുപോട്ടെ. അപ്പോൾ നമ്മൾ ആ റീപ്ലൈ മോഡെല്ലാം കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അപ്പോൾ എത്ര പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്നൊരു എൻട്രി എടുത്താൽ പോലും 200%, അതായത് ഒരു 7000 പോയിൻറ്റ് കണ്ടോ? 7000 അറ്റ്ലീസ്റ്റ് ഒരു 8000-നടുത്ത് പോയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസോ കാര്യങ്ങൾ വെച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര പോയിൻറ്റ് കിട്ടിയെന്ന് കണ്ടോ? നിങ്ങൾ ആ ഒരു ചാർട്ട് കണ്ടോ? എത്ര സിമ്പിൾ, ഒറ്റ വര. ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റിയിരുന്നെങ്കിൽ, അത്യാവശ്യം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ തലവരയെ മാറിയേക്കാവുന്നൊരു വരയായിരുന്നു. അങ്ങനെ ഒരുപാട് ചാർട്ടുകളുണ്ട്. ഞാനിപ്പം ഇടയ്ക്ക് ഇങ്ങനെ പുതിയ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കുറേ ചാർട്ടുകളുണ്ട്. ഞാനതെല്ലാം ഇനി നിങ്ങൾക്കാണെങ്കിൽ വരച്ച് കാണിച്ചിട്ട്, അപ്പോൾ നിങ്ങളിത് വരയ്ക്കുക. കേസ് സ്റ്റഡി പോലെ നമ്മൾ ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 2021 നമ്മളിത് കണ്ടിരുന്നെങ്കിൽ, കണ്ടിട്ടില്ല എനിക്കറിയാം, അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നമ്മളിത് കണ്ടിരുന്നെങ്കിൽ വ്യത്യാസം വന്നേനെ. അപ്പം ഇനി നമുക്ക് തെറ്റ് വരുത്താതെ നമുക്ക് തിരുത്താമല്ലോ, കഴിഞ്ഞത് പോട്ടെ. അപ്പോൾ നിങ്ങളും പുതിയ പുതിയ ചാർട്ടുകൾ എടുക്കുക, ജസ്റ്റ് ചുമ്മാ വരയ്ക്കുക. മാർക്കറ്റ് ഡൗണോ അപ്പോൾ എന്ത് വായിക്കട്ടെ, വരച്ച് നോക്കുന്നൊരു നഷ്ടമില്ലല്ലോ. ഒരു 10-15 മിനിറ്റൊക്കെ ഒരു ദിവസമൊക്കെ എടുത്തൊക്കെ ഒന്ന് വരച്ച് നോക്കുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലെന്നേ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും വരച്ച് നോക്കാം. അപ്പോൾ പഴയ ചാർട്ടുകൾ നമുക്ക് ഇനിയും നമുക്കത് അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അത് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ, ഈസി ആയിരുന്നു. അതുകൊണ്ട് ഒറ്റ വര, കൂടുതലായിട്ട് ഒരു ഡെക്കറേഷനും ഇല്ല, ഒന്നുമില്ല, ഒറ്റ വര. ഏത് റേഞ്ചിൽ പോയെന്ന് കണ്ടോ? അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, പുതിയ പുതിയ ചാർട്ടുകൾ എടുത്ത് നോക്കുക, പല ടൈം ഫ്രെയിമുകളിൽ അനാലിസിസ് നടത്തി നോക്കുക. ഇത് ഞാൻ ജസ്റ്റ് വീക്കിലി എടുത്തതേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ഗുഡ് ബൈ.